ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ മുട്ടത്തീയലാണ്. ഇപ്പോൾ മീനൊന്നും ഇല്ലെങ്കിലും ഇതുപോലൊരു മുട്ടത്തീയലുണ്ട്. നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് തേങ്ങ തിരുമിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി തേങ്ങ തിരുമിയെടുത്താണ്. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയ തേങ്ങ എടുക്കാൻ നോക്കുക. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് ഒരു 5 അല്ലി ചുവന്ന ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിട വരെ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ആദ്യം ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കുക. എന്നിട്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിട വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയ തേങ്ങ എടുക്കാൻ നോക്കുക. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിട വരെ വറുത്തിട്ട് തീ ഓഫ് ചെയ്യുക. ആ ചൂടോടുകൂടി തന്നെ പൊടികളൊക്കെ ചേർക്കാം. ആദ്യം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ളു ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉലുവപ്പൊടി കൂടി പോരുത്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് ആ ചൂടോടുകൂടി പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. തേങ്ങ വറുത്തത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. ഇതിൻ്റെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് എണ്ണ വരും. ആ ഒരു എണ്ണ കിടന്ന് വേണം ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം. നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയ തേങ്ങ എടുത്താലേ ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരത്തുള്ളൂ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 25 ചുവന്നുള്ളി 2ആയിട്ട് കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴറ്റിയെടുക്കുമ്പോൾ ഒത്തിരി കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയതും ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ വറുത്ത് അരച്ചെടുത്തത് ഇതിൻ്റെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്ത് അരച്ചത് ചേർത്തിട്ട് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മൾ അരച്ചതിന് ശേഷം വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ അതിലേക്ക് ഒഴിച്ചിട്ട് ആ തേങ്ങ മിക്സ് നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി വെള്ളം മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഒത്തിരി പുളിയായി പോരുത് തീയലിന്. അപ്പോൾ പുളി ഒക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു മുട്ട നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുഴുവനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് കറിയൊക്കെ കുറുകി ആ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്നിടം വരെ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് കുറുകി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്